പ്രിയരെ, കർത്താവ് എന്നെ ഇത്രത്തോളം സഹായിച്ച് എൻ്റെ രോഗക്കിടക്കയെ മാറ്റി വിരിച്ചവൻ നിങ്ങളുടെ ഏതവസ്ഥയ്ക്ക് മാറ്റം തരുവാൻ കഴിയും. ഇന്ന് നമുക്ക് ഓർഡർ തന്നത് ധന്യയാണ്. ധന്യ എൻ്റെ പണ്ട് മുതലുള്ള കസ്റ്റമറാണ്. അവരുടെ എല്ലാ വിശേഷ ദിവസങ്ങളിലും അഗാപ്പയുടെ കേക്ക് അവിടുത്തെ സ്ഥിരം അംഗമായിരുന്നു. തലേ ദിവസം വൈകിട്ടാണ് ഓർഡർ തന്നത്. എങ്കിലും സമയത്തിന് ചെയ്തു കൊടുക്കുവാൻ ദൈവം എൻ്റെ കരങ്ങളെ സഹായിച്ചു. വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് അവർ ഓർഡർ ചെയ്തത്. ഡിസൈൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്തോളാൻ പറഞ്ഞു. അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ ഇന്നിങ്ങനെയൊക്കെ ആയിരിക്കുന്നത്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. സമയത്തിൻ്റെ പരിമിതി മൂലം ഒരു സിമ്പിൾ കേക്ക് ചെയ്യാം എന്ന് കരുതി. പിന്നെ കളർ ഞാൻ ഒട്ടും പ്രൊമോട്ട് ചെയ്യത്തില്ല. ആവശ്യക്കാർ പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കാതിരിക്കത്തുമില്ല. അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. എന്തൊക്കെയാണെങ്കിലും ധന്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും കേക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ പല വിഷമഘട്ടങ്ങളിലും എനിക്ക് ആശ്വാസമായി തീരുന്ന ഒരു സങ്കീർത്തനം ഞാനിവിടെ പറയുന്നു. സങ്കീർത്തനങ്ങൾ 91. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച്, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിക്കുവാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. പാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ആമേൻ. ഇത്രത്തോളം നടത്തിയ ദൈവമേ, ഇനിയും നടത്തിടുവാൻ ശക്തനേ, ഇദ്ധരയിൽ നന്ദിയോടെന്നെന്നും നിന്നെ വാഴ്ത്തി പാടിടും ഞാൻ. ഇത്രത്തോളം നടത്തിയ ദൈവമേ, ഇനിയും നടത്തിടുവാൻ ശക്തനേ, ഇദ്ധരയിൽ നന്ദിയോടെന്നെന്നും നിന്നെ വാഴ്ത്തി പാടിടും ഞാൻ. ഇത്രത്തോളം നടത്തിയ ദൈവമേ. യാത്രയിൽ ഞാൻ മരുപ്പച്ച തേടി മാറത്ത
മാറത്തടിച്ച നേരം മറുയാത്രയിൽ ഞാൻ മരുപ്പച്ച തേടി മാറത്തടിച്ച നേരം മന്ന തന്നു പോഷിപ്പിച്ച ജീവനാഥനെ വാഴ്ത്തിപ്പാടിടും ഞാൻ. മന്ന തന്നു പോഷിപ്പിച്ച ജീവനാഥനെ വാഴ്ത്തിപ്പാടിടും ഞാൻ. ഇത്രത്തോളം നടത്തിയ ദൈവമേ, ഇനിയും നടത്തിടുവാൻ ശക്തനേ, ഇദ്ധരയിൽ നന്ദിയോടെന്നെന്നും നിന്നെ വാഴ്ത്തിപ്പാടിടും ഞാൻ. ഇത്രത്തോളം നടത്തിയ ദൈവമേ, പാപത്താൽ മുറിവേറ്റു പാതയിൽ വീണപ്പോൾ പാലിപ്പാൻ വന്നവനേ, പാപത്താൽ മുറിവേറ്റു പാതയിൽ വീണപ്പോൾ പാലിപ്പാൻ വന്നവനേ, എൻ ജീവകാലമെല്ലാം നിൻ മഹൽ സ്നേഹത്തെ വാഴ്ത്തിപ്പാടിടും ഞാൻ. എൻ ജീവകാലമെല്ലാം നിൻ മഹൽ സ്നേഹത്തെ വാഴ്ത്തിപ്പാടിടും ഞാൻ. ഇത്രത്തോളം നടത്തിയ ദൈവമേ, ഇനിയും നടത്തിടുവാൻ ശക്തനേ, ഇദ്ധരയിൽ നന്ദിയോടെന്നെന്നും നിന്നെ വാഴ്ത്തിപ്പാടിടും ഞാൻ. ഇത്രത്തോളം നടത്തിയ ദൈവമേ, സ്വർഗീയ നാടതിൽ ഭക്തരെ ചേർക്കുവാൻ വേഗം വരുന്നവനേ, സ്വർഗീയ നാടതിൽ ഭക്തരെ ചേർക്കുവാൻ വേഗം വരുന്നവനേ, ഇത്ര വലിയ രക്ഷ തന്ന ഇമ്മാനുവലേ വാഴ്ത്തിപ്പാടിടും ഞാൻ. ഇത്ര വലിയ രക്ഷ തന്ന ഇമ്മാനുവലേ വാഴ്ത്തിപ്പാടിടും ഞാൻ. ഇത്രത്തോളം നടത്തിയ ദൈവമേ, ഇനിയും നടത്തിടുവാൻ ശക്തനേ.